ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മുൻപായിട്ട് എന്തെല്ലാം ക്യാൻഡിൽ കൺഫർമേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സിമ്പിളായിട്ട് കുറച്ച് ബുള്ളിഷ് ആൻഡ് ബിയറിഷ് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ഞാൻ പറഞ്ഞുതരാം. ബാ. സോ ആദ്യം കുറച്ച് ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ. ഈ 3 ക്യാൻഡിൽസും കൂടെ ഒരുമിച്ച് വന്നാലാണ് നമ്മൾ അതിന് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. മോർണിംഗ് സ്റ്റാർ ബേസിക്കലി ഒരു ഡൗൺ ട്രെൻഡ് അവസാനം വന്നു കഴിഞ്ഞാൽ നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിലായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അടുത്തത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. മുൻപ് ക്രിയേറ്റ് ചെയ്ത സെല്ലിംഗ് ക്യാൻഡിലിനെ ഫുള്ളായിട്ട് വന്ന് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. അടുത്തത് ഒരു ബുള്ളിഷ് പിൻബാർ ക്യാൻഡിൽ. നമ്മുടെ ഹാമർ ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് ബാറിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു വിക്ക് ഉണ്ടായുണ്ട്. അതിനെ നമ്മൾ ബുള്ളിഷ് പിൻബാർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അടുത്ത ക്യാൻഡിൽ ഫോർമേഷൻ ആണ് നമ്മുടെ ഹാമർ ക്യാൻഡിൽ ഫോർമേഷൻ. ഹാമർ ക്യാൻഡിൽ ബേസിക്കലി 2 യൂസസ് ഉണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തരാം. സോ ഹാമർ ക്യാൻഡിലും ഒരു ബുള്ളിഷ് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിലാണ്. അടുത്തത് നമുക്ക് ബിയറിഷ് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ നോക്കാം. മോർണിംഗ് സ്റ്റാറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്യാൻഡിലാണ് ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ. ഒരു സ്ട്രോങ് കൺഫർമേഷൻ, സെല്ലിംഗ് കൺഫർമേഷൻ തരുന്ന ഒരു ക്യാൻഡിലാണ് നമ്മുടെ ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ. അടുത്തത് ഇൻവേർട്ടഡ് ഹാമർ. നമ്മൾ മുൻപ് കണ്ട ഹാമറിന് നേരെ ഓപ്പോസിറ്റുള്ള ക്യാൻഡിലാണ് ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ബാർ. മുൻപ് കണ്ട ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് ഒരു എൻട്രി സെറ്റപ്പ് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇവിടെ മാർക്കറ്റ് ആദ്യം ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടുണ്ടായി. ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയതിന് ശേഷമുള്ള ക്യാൻഡിൽ കൺഫർമേഷനാണ് മെയിൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോർമേഷനാണ് നടത്തിയിട്ടുള്ളത്. ഓൾസോ അവിടെ ഫോം ചെയ്തിട്ടുള്ള വിക്സ്, ഇതെല്ലാം കൺഫർമേഷനാണ്. ഇനി ഈ പറയുന്ന ക്യാൻഡിൽസ് എല്ലായിടത്തും വർക്ക്ഔട്ട് ആവോ? ഇല്ല. അതായത് അതിൻ്റെ മേജർ ഏരിയാസിൽ നമുക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ക്യാൻഡിൽസ് വർക്ക്ഔട്ട് ആവും. ഓൾസോ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ മാക്സിമം എൻട്രി കൺഫർമേഷൻ നോക്കുന്നത് നിങ്ങൾക്ക് 5 മിനിറ്റിലാക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.